നിങ്ങളെല്ലാവരും കണ്ടു കാണും 5 വൈൽഡ് കാർഡ് എൻട്രി. ഒന്നും രണ്ടും അല്ല, 5 വൈൽഡ് കാർഡ് എൻട്രിയാണ് ബിഗ് ബോസിലോട്ട് വന്നിട്ടുള്ളത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ്, നിങ്ങൾ ഇന്നലെ എപ്പിസോഡ് കണ്ടു കാണും. ലാലേട്ടൻ ഓൺലൈനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ടൂറിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കരുതി വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് ആ ഒരു അസോൾട്ട് നടന്നതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ കോള് വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അല്ല, അങ്ങനെയല്ലായിരുന്നു. പുള്ളിക്കാരൻ ടൂറിലായതുകൊണ്ട് കോള് വിളിച്ച് വന്നതാണ്. എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് പറയാതിരിക്കാൻ വയ്യ. എല്ലാ കാര്യങ്ങളും, മിക്ക കാര്യങ്ങളും അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഈവൻ ആര്യൻ മോഹൻലാൽ സാറിനെ കളിയാക്കിയത് വരെ അത് ചോദിക്കുക തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ്, അതായത് എല്ലാവരും മിക്കുള്ളവരും ഈ ലാലേട്ടൻ്റെ എപ്പിസോഡ്, അതായത് ലാലേട്ടൻ ഫാൻസ് പോലും ഈ ബിഗ് ബോസ് കാണാത്തവർ ലാലേട്ടനെ കാണാനായിട്ട് കാണുന്ന ഒരു എപ്പിസോഡാണ് ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ഞാനും വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ഈ ഇവർ കാണിച്ചു കൂട്ടുന്ന എല്ലാം അന്ന് ചോദ്യം ചെയ്യപ്പെടും. അതായത് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻസ് എല്ലാം അന്ന് ലാലേട്ടൻ അവിടെ ചോദിക്കും. ആ ഒരു ഉറപ്പുണ്ട് ഈ ഒരു സീസണിൽ. അത് ഉറപ്പാണ്, ചോദിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ചോദിക്കുകയും ചെയ്തു. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം പലരും ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അവിടെ ചോദിച്ചത് ലാലേട്ടൻ. പ്രത്യേകിച്ച് അനുമോളുടെ കാര്യം, വിശേലിൻ്റെ കാര്യം, ആര്യൻ്റെ കാര്യം, അതുപോലെ അക്ബറിൻ്റെ, പിന്നെ അപ്പാനി, ഇവരുടെ എല്ലാം ഗ്രൂപ്പിസം, ഇതെല്ലാം അവിടെ ചർച്ച ചെയ്തു. ആദ്യം തന്നെ വന്നപ്പോൾ തൂക്കിയത് അനുമോളെയാണ്. അത് സ്വാഭാവികമായിട്ടും അനുമോളും വിശേലുമാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അവർ ആദ്യമേ തൂക്കി. ലാലേട്ടൻ ചോദിച്ച പല കാര്യങ്ങളും ശരിയാണ്. അവർ ഈ ടാമ്പർ ചെയ്യുന്ന കാര്യമൊക്കെ എടുത്തു പറഞ്ഞു. അത് ഉറപ്പായ കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മൂഡ്, അതായത് ഈ എന്താ സ്റ്റാർ മാജിക് എന്ന മൂഡിൽ നിന്ന് ബിഗ് ബോസ് എന്ന മൂഡിലോട്ട് ഈ അനുമോൾ എത്തിയിട്ടില്ല. ഇപ്പോഴും പാമ്പർ ചെയ്യുന്ന ഒരു കൊച്ചെന്നാണ് വിചാരം. പലരും എന്നെ കോർണർ ചെയ്യുന്നു, പലർക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ആർക്ക് വേണ്ടി? അവരെ കാണിക്കാൻ വേണ്ടിയാണോ താങ്കൾ ഇവിടെ നിൽക്കുന്നത്? എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഞാൻ ഇവിടെ പിടിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ബിഗ് ബോസിന് വേണ്ടിയാണെന്ന്. ബിഗ് ബോസിന് വേണ്ടി എന്തിനു പിടിച്ചിരിക്കണം? എനിക്കതാണ് മനസ്സിലാകാത്ത. അവർ തരുന്ന പൈസയ്ക്ക് എന്തോ കൂറ് കാണിക്കണമെന്ന്, റീച്ച് ഉണ്ടാക്കണമെന്ന്, എന്തൊക്കെയോ അങ്ങ് മണ്ടത്തരം വിളിച്ച് പറയുകയാണ് ബിഗ് ബോസിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇത്ര ബോധമില്ലാത്ത ഒരു സാധനമാണ് അവിടെ നിൽക്കുന്നത്. അനുമോളിന് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട് പുറത്ത്. അതായത് ഈ ഭയങ്കര പുരോഗമനം കയറിയവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർ മാജിക് പോലുള്ള സാധനങ്ങൾ കാണാത്തത്. പക്ഷേ കേരളത്തിന്റെ ഓഡിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു ഷോ കാണുന്ന ആൾക്കാരാണ്. ഞാനും ഒരു ടൈം വരെ കണ്ടിരുന്നു. പിന്നെ മനസ്സിലായി അതിൻ്റെ അകത്ത് നടക്കുന്നത് ബുള്ളിങ്ങും ഹറാസ്മെന്റും ഈ ബോഡി ഷെയ്മിങ്ങും ഫ്ലഡ് ഷെയ്മിങ്ങും എല്ലാം അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ആ ഒരു ബോധം വെച്ച ശേഷം ഞാൻ കാണാതായി. കണ്ടിരുന്നു, ഞാൻ ഒരു കൊറോണ കാലം വരെ ഈ സാധനം കണ്ടിരുന്നു. കാരണം നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ നടക്കുന്ന, അല്ലെങ്കിൽ അത് എത്രത്തോളം ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ പിന്നെ അങ്ങ് നിർത്തി. ആ ഒരു കാണലങ്ങ് നിർത്തി. പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ഭൂരിഭാഗം ആൾക്കാരും സ്റ്റാർ മാജിക് എന്ന ഷോസ് കാണുന്ന ആൾക്കാരായിരുന്നു. അപ്പം അത്രയും ഫാൻ ബേസ് ഉണ്ട് അനുമോൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാനും വിചാരിച്ചില്ല ഇത്രയും ഫാൻ ബേസ് ഉണ്ട് പുള്ളിക്കാരിക്ക് പുറത്തുനിന്ന്. ഞാൻ ജസ്റ്റ് കഴിഞ്ഞൊരു വീഡിയോയിൽ ചുമ്മാ ഒന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അനുമോളുടെ പേരാണ് കൂടുതൽ വന്നത്. കൂടുതലും അല്ല, അനുമോളുടെ പേരാണ് മൊത്തം എൻ്റെ കമന്റ് സെക്ഷനിൽ. കുറച്ച് കമന്റ്സേ ഉള്ളൂ, പക്ഷെ വന്നതെല്ലാം അനുമോളായിരുന്നു. അതുപോലെ തന്നെ പല റീൽസിലും അനുമോൾ കപ്പടിക്കും. അനുമോൾക്ക് വേറൊരു ഫാൻ ബേസ് തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം. നല്ലപോലെ അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുകയാണെങ്കിൽ അനുമോൾ കപ്പ് തൂക്കിയിരിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. പക്ഷേ പുള്ളിക്കാരി കരഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കി എന്നെ പാമ്പർ ചെയ്യുന്നില്ല, എന്നെ കോർണർ ചെയ്യുന്നു എന്നും പറഞ്ഞ് കരച്ചിൽ 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 തന്നെയാണ് അതിൻ്റെ അകത്ത്. സോ അങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ ഒരു രീതിക്കും കപ്പടിക്കാൻ പോകുന്നില്ല. അവിടെ വരിക, ഗെയിം കളിക്കുക, വേറെ ആരുമായിട്ട് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക. ആളുകൾ വേണം, വേണ്ട എന്നല്ല പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തതാണ്. അതെന്താ പുള്ളിക്കാരുടെ തലയിലോട്ട് കയറാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഗെയിം കളിക്കാൻ വന്നാൽ ഗെയിം കളിച്ചിട്ട് പോകണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ബിഗ് ബോസിലെ കപ്പ്. ഇതിനു വേണ്ടിയല്ല അതിൻ്റെ അകത്ത് വന്നത്, അല്ലാതെ ആളുകളെ പ്ലീസ് ചെയ്യാനല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ അകത്ത് കളിക്കുന്ന എന്താണ്? പുള്ളിക്കാരൻ ആരെയും നോക്കുന്നില്ല. പുള്ളിക്കാരന്റെ ഗെയിം കളിച്ചങ്ങ് പോവുകയാണ്. അത്രയും മതി, അത്രേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അനീഷ് അങ്ങനെ ആരുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ പോകാറില്ല. വളരെ നല്ല കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ച് സ്ക്രീൻ സ്പേസ് കുറയുമെന്നേ ഉള്ളൂ. പക്ഷെ അത് നല്ലപോലെ ഗെയിം കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയറി വരും. സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് ചുമ്മാ പോയി കിടന്ന് വഴക്കുണ്ടാക്കുന്നതല്ല. അതുപോലെ അതിൻ്റെ അകത്ത് ആ ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അനുമോളെ കോർണർ ചെയ്യണം. എല്ലാവരും കണ്ടതാണ്. ഈ മണ്ടന്മാർ മനസ്സിലാക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് അവരായിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അനുമോളെ അവർക്ക് പുറത്താക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് അങ്ങ് ഇഗ്നോർ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ കോർണർ ചെയ്ത് ആദ്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമായിരിക്കും. പിന്നെ ആകുമ്പോൾ എന്താണ്, ഇതൊരു സഹതാപമായി മാറും അനുമോളോട്.
ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യും. സിമ്പതി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പുള്ളിക്കാരിക്ക് കൂടുതൽ വോട്ട് പോകും, ഇവർക്ക് ഹെയ്റ്റും ആവും. ഇത് ഇത്രയ്ക്ക് ബോധമില്ലെന്നാണ് എനിക്ക് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര ബോധമില്ലേ ഇവർക്ക്? അത് അതിൻ്റെ അകത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അവർക്കത് ആ ഒരു ബോധമില്ല. കാരണം ഡെയിലി, ഒരു ദിവസമെന്നല്ല, ഡെയിലി രാവിലെ എണീറ്റ് വൈകിട്ട് വരെ അനുമോളെ തന്നെയാണ് കോർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്, കൂടുതൽ സ്ക്രീൻ സ്പേസും കൂടുതൽ ആയിട്ടുള്ള പ്രേക്ഷകരുടെ ഒരു നോട്ടം അനുമോളിലോട്ടാണ് അവരെത്തിച്ചു കൊടുക്കുന്നത്. അത് പൊട്ടന്മാർക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. പിന്നെ പറയാനുള്ളത് നിവിൻ്റെ കാര്യം. നിവിൻ അഴുകി എന്ന് തന്നെ പറയാം. കാരണം ഒരു വിലയും ഇല്ലാതായി. എണീറ്റെന്ന് പറയുവാണ്, എന്താ നട്ടലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പുറത്ത് പോയതെന്ന്. ലാലേട്ടൻ ഊക്കി വിട്ടു, പോയിട്ട് വന്നാൽ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് വന്നതാണ്. എന്തൊക്കെയാണെന്ന് പുള്ളിക്കാരൻ പറയുന്നത്. നിവിന് ഒരു ഒരു എന്താ പറയാ, അതായത് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. എണീറ്റ് എന്ന് പറഞ്ഞതാണ് സത്യം. കാരണം വെല്ലു വിളിച്ചപ്പോൾ ആലോചിച്ചില്ല, ഇതിങ്ങനെ തുറന്നു തരും, പോവേണ്ടി വരുമെന്നൊന്നും ആലോചിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് അവിടെ നടന്നത്. തുറന്നു തന്നിട്ട് പോവാതിരിക്കാൻ നിർവാഹമില്ല, പോയല്ലേ പറ്റൂ. കാരണം അത്രയും ഓടി നടന്ന് എല്ലാ ക്യാമറകളിലും പറയുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ ആദിലെന്ന് പറയാൻ ട്രിഗറും ചെയ്തു. ആ പൊട്ടനാണെങ്കിൽ ഇറങ്ങി ഓടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരരുതായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊണ്ടുവരേ ചെയ്യരുതായിരുന്നു. എന്നിട്ടും തിരിച്ച് കൊണ്ടുവന്നു. പക്ഷെ എന്താ പറയാ, പുള്ളിക്കാരൻ നല്ലപോലെ ആളുകളെ പ്ലീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ആദിലെന്ന് പറയായാലും നമ്മുടെ അനുമോളായാലും പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. അതുപോലെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഓർത്ത് വരുവാണ്. ഞാൻ കുറച്ച് നേരം, മീൻസ് ഒരു 5-6 മണിക്കൂറായി ഈ എപ്പിസോഡ് കണ്ടിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഓർത്ത് ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് കുറച്ച് ലാഗ് വരുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അത് മോഹൻലാൽ സാർ ചോദിച്ചതുപോലെ തന്നെയാണ്. എന്തുവാണ്, എല്ലാത്തിനോടും ഒരു പുച്ഛമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗെയിം കളിക്കുന്നില്ല, ഞാൻ റിവേഴ്സ് സൈക്കോളജിയാണ്. അത് അതിൻ്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാതെയാണ് അവിടെ അങ്ങ് അടിച്ചു വിടുന്നത്. കുന്നംകുളം കപൂറിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരോടും പുച്ഛമാണ്. ഇവൻ ലാലേട്ടൻ അഡ്രസ്സ് ചെയ്തല്ലോ, എന്നോട് കളിക്കണമെങ്കിൽ നീ കളിച്ചോ. ശരിക്കും പറഞ്ഞാൽ അത് ഓപ്പൺ ചലഞ്ചായിരുന്നു, വെല്ലുവിളിക്കും പോലെ തന്നെയായിരുന്നു. അത് എന്ത് പറയാനാണ്, ഈ പ്രായത്തിന്റെ ഇമ്മച്ചിറ്റി എന്ന് പറഞ്ഞ് എത്രയെന്നും പറഞ്ഞ ആളുകൾ ഇത് കണ്ടില്ലെന്ന് നടിക്കും. അത് ഡോക്ടർ പിന്നെ എണീറ്റെന്ന് പറയുകയും ചെയ്തു, ഇമ്മച്യൂരിറ്റി ഉണ്ട് എന്നും പറഞ്ഞ് എപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ അവന് മടിയാണ്. അതിനെ ന്യായീകരിച്ച് അവൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, എല്ലാവരും അവനെ ഫോളോ ചെയ്യണം, അതവൻ്റെ സ്ട്രാറ്റജി എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യമില്ല, കയ്യിൽ നിന്ന് പോയതാണെന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ലാലേട്ടൻ എന്തായാലും ഊക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേജിലൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ആദ്യം എവിക്റ്റ് ആയെന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി, എവിക്റ്റ് ആയെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ. പക്ഷേ എവിക്റ്റ് ആയിട്ടില്ലായിരുന്നു, ഇന്നലെ എവിക്ഷൻ ഇല്ലായിരുന്നു, കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ അതിൽ പറയേണ്ടത് എന്താണ്, രേണുവിൻ്റെ കാര്യം എടുത്തു ചോദിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് വരെ ട്രോളി, വീടിൻ്റെ വഴി കാണിക്കുന്നു പറഞ്ഞു. അത് ഞാൻ ഇന്നലെ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അത് തന്നെയാണ് ലാലേട്ടനും പറഞ്ഞത്. അതിൻ്റെ അകത്ത് ചുമ്മാ വിക്ടിം കാർഡ് ഷോ ഇറക്കുന്നതാണ്, വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ്. തുറന്നു കൊടുത്ത ഒറ്റ മനുഷ്യർ വീട്ടിൽ പോകില്ല. നിവിൻ തന്നെ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നു കണ്ടില്ലേ, പോകത്തില്ല എന്നും പറഞ്ഞു. ഇത്രേ ഉള്ളൂ, ചുമ്മാ കടന്ന് ഷോ ഇറക്കുന്നതാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് വന്നതാണ്. അതായത് അതിൻ്റെ അകത്താണ് ഇത്ര ദിവസം നിൽക്കേണ്ടി വരും, വീട്ടുകാരെ കാണാൻ പറ്റത്തില്ല, ഇത്രയും മെന്റലി കേപ്പബിൾ അല്ലാത്തവർ വരാതിരിക്കുക. അതിനകത്ത് പറയും പോലെ ഇതൊരു മൈൻഡ് ഗെയിമാണ്. പലരും ട്രിഗർ ചെയ്യും, പലരും പല രീതിയിൽ സംസാരിക്കും, ചിലർ കോണർ ചെയ്യും, ചിലർ നമ്മളെ കൂടെ നിന്നിട്ട് നല്ല പണി തരും. ഇതെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടി വരണം. അതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിന് പുറത്തൊരു ജീവിതമുണ്ട്. അത് ആലോചിക്കാതെ അതിൻ്റെ അകത്ത് പലരും പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. ഒരു ഐഡിയ ഇല്ലാതെ ചുമ്മാ വന്ന് ഞാൻ ഇങ്ങനെ ഭയങ്കര പവറാണെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങ് ദേഷ്യപ്പെടുവാണ്. കാര്യം കേൾക്കുന്ന പോലും ഇല്ല. അക്ബറിന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ കാര്യം മനസ്സിലായി. പക്ഷേ ലാലേട്ടൻ ഇന്നലെ പറഞ്ഞ പോലെ പല വാക്കുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയോ അങ്ങ് വിളിച്ച് പറയുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ട്, അതായത് ട്രിഗർ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള വൃത്തികെട്ട പാട്ടുകൾ പാടുന്നുണ്ട്. അതും അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്താൽ അനുമോൾക്കാണ് കൂടുതൽ ഗുണമെന്ന് യവന്മാർക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായില്ലേ എന്ന്. ആ അപ്പാനിയും അക്ബറൊക്കെ മുടിഞ്ഞ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് എങ്ങനെ അനുമോൾക്ക് പണി കൊടുക്കാവുന്ന പ്ലാനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവന്മാർക്ക് തന്നെ അവസാനം വോട്ടും കിട്ടാതാവും, ഹെയ്റ്റും കൂടുമെന്നുള്ള ആ കാര്യം അവൻ മനസ്സിലാക്കുന്നേ ഇല്ല. അനുമോൾ അങ്ങ് ഇഗ്നോർ ചെയ്യാൻ. ഇവർക്ക് അത് ഇത് എന്താണ് പിടികിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര സീസണായി, ഓക്കെ, ഒന്നാമത്തെ രണ്ടാമത്തെ സീസൺ ആണെങ്കിൽ കൂടുതൽ കണ്ട് പരിചയമില്ലെന്നെങ്കിലും പറയാം. ഇത്രയും സീസണായി, പലരും അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി വർഷങ്ങളായിട്ട് വെയിറ്റിംഗ് എന്ന് പറഞ്ഞു. എന്നിട്ടും അവർക്ക് ആ ഒരു ചിന്ത പോകുന്നില്ലെന്നാണ്.
എന്തായാലും ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ അതിൽ ആരെയൊക്കെ അഡ്രസ്സ് ചെയ്തിരുന്നു? ഒനിയിലിനും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അബിയൊക്കെ ആകെ ഒതുങ്ങിയിരിക്കുകയാണ്. നല്ലൊരു പ്ലെയറാണ്, നല്ലപോലെ കളിച്ച നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് കാണിക്കുന്ന ആ ഒരു എനർജി ഒന്നും പിന്നെ കണ്ടിട്ടില്ല. മേ ബി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഗ്രൂപ്പ് അവരെ മൊത്തത്തിൽ തളർത്തിയതായിരിക്കാം. അങ്ങനെ ആയിരിക്കാം മേ ബി. ആര് തളർന്നാലും അവർക്ക് തന്നെയാണ് നഷ്ടം. ഇനി ഏത് ഗ്രൂപ്പായാലും. ഇനിയിപ്പോൾ എത്ര വലിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും സ്വന്തം കാര്യം വരുമ്പോൾ സ്വന്തം കാര്യം തന്നെയാണ് എല്ലാവർക്കും വരുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പിനെയൊക്കെ ട്രസ്റ്റ് ചെയ്യാതിരുന്നാൽ അത്രയും നല്ലത്. നല്ലപോലെ ഇൻഡിവിജ്വലായിട്ട് കളിച്ച കപ്പും കൊണ്ട് വരാം, അത്രയും പറയാവുള്ളൂ. ഈ രേണുസുധിയുടെ കാര്യമൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, സിമ്പതിയുടെ വോട്ടിൻ്റെ പേരിലാണ് അവിടെ പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ പുള്ളിക്കാരിക്കും അറിയത്തില്ല ഇത്രയും സപ്പോർട്ടുണ്ട് പുള്ളിക്കാരിക്ക് പുറത്ത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത്രയും നാളായിട്ടും പുള്ളിക്കാരി എടുത്തു പറയാനായിട്ട് ഒരു പെർഫോമൻസ് അതിൻ്റെ അകത്ത് ഇല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒറ്റ പേര്, ആ ഒരു സിമ്പതിയുടെ പേരിൽ മാത്രമാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. പുള്ളിക്കാർക്ക് വോട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു വോട്ട് എങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് കളിച്ചുകൂടെ? അതാണ് എൻ്റെ ചോദ്യം. അതായത് നല്ല പോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വോട്ടും കിട്ടും, കുറച്ചുകൂടെ കാലം കൂടെ അവിടെ നിൽക്കാനും പറ്റും. അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ ചുമ്മാ എപ്പോഴും വന്ന് ആ ബീം ബാഗിൽ കിടക്കുന്നു, തിന്നുന്നു, എണീക്കുന്നു, കറങ്ങി നടക്കുന്നു, വയ്യ, വീട്ടിൽ പോകണം. ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എല്ലാവരും. കാരണം നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പുള്ളിക്കാരൻ അവിടെ ചോദിക്കും എന്നൊരു ഉറപ്പുണ്ട്. ആ ഒരു ഡേക്ക് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. വീക്കെൻഡ് എപ്പിസോഡ് അത്രയും വ്യൂവർഷിപ്പും ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് അത്രയും ഡ്യൂറേഷനും അവരിടുന്നത്. ലാലേട്ടൻ വരുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, പണിഷ്മെന്റ് കൊടുക്കുന്നു, ഇതെല്ലാം അവിടെ നടക്കുന്നത്. പക്ഷേ ഇന്നത്തെ ആ ഒരു ഫിസിക്കൽ അസോൾട്ടിന് അത്രയും കൊടുത്താൽ പോരായിരുന്നു രണ്ടുപേർക്കും. കാരണം രണ്ടുപേരുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. അതായത് ഒന്ന്, കൺസെന്റ് ഇല്ലാതെ അനുമോള് തൊട്ടു, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അത്രയും ഫോഴ്സിലാണ് പുള്ളിക്കാരെ പിടിച്ച് തള്ളിയത്. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തു, അവിടെ വെപ്പൺസും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എന്തെങ്കിലും പറ്റി വീണിരുന്നെങ്കിലും. കാരണം അമ്മാതിരി നല്ല പുഷാണ്. ജിസൈലിന് നല്ല പൊക്കം ഉള്ളതുകൊണ്ട് നല്ല പവറും ഉണ്ടായിരുന്നു ആ പുഷിന്. അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? പക്ഷേ 2 മണിക്കൂർ ജയിലും നോമിനേഷനും അതൊന്നും അല്ലായിരുന്നു. എന്തെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കേണ്ടതായിരുന്നു, പണിഷ്മെന്റ് കൊടുക്കേണ്ടതായിരുന്നു. കാരണം റംസാനൊക്കെ ഉള്ള സീസണിൽ അത്യാവശ്യം റംസാൻ നല്ല രീതിക്കുള്ള ഒരു പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തോ പൂളിൽ ചാടാനോ അങ്ങനെ എന്തോന്നാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഠിനമായിട്ടുള്ള കാര്യം കൊടുക്കണമായിരുന്നു. ഇത് ചുമ്മാ ജയിലിൽ പോയിരുന്നിട്ട് എന്താ സംസാരിക്കുക 2 മണിക്കൂർ, അതുകൊണ്ടായിരുന്നു ഡയറക്റ്റ് നോമിനേഷൻ. ഇതിപ്പം അവരെന്തായാലും നോമിനേഷൻ വരും, അത് ഉറപ്പായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റ് നോമിനേഷൻ ആക്കി, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് 5, 1ഉം 2ഉം അല്ല, 5 വൈൽഡ് കാർഡ് എൻട്രിയാണ് വന്നിട്ടുള്ളത്. 5 വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുമ്പോൾ വേറെ ലെവലായിരിക്കും കളികൾ. കാരണം 5 ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ ഗെയിം എന്താണ്, അവരുടെ സ്ട്രാറ്റജി എന്താണെന്നൊക്കെ ഇനി നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെ ആളാണ് ജിഷിൻ മോഹൻ. ജിഷിൻ മോഹന, അതും നമ്മുടെ അനിമോളുടെ കൂടെ സ്റ്റാർ മാജിക്കിലുള്ളതാണ്. എന്നാലും അനിമോൾക്ക് ഒരു കൂട്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഇൻഡിവിജ്വലായിട്ട് കളിച്ചാൽ അത്രയും നല്ലത്. എനിക്കറിയില്ല ഇനി എങ്ങനെയാണ്, നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം സ്റ്റാർ മാജിക്കിലുള്ളതാണ്. നിങ്ങൾ സ്റ്റാർ മാജിക്കൊക്കെ കാണുന്നവരാണെങ്കിൽ അതിലുണ്ട് പുള്ളിക്കാരൻ, ഈ ജിഷിൻ മോഹൻ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ സാബു മാൻ. അത് പുള്ളിക്കാരൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഏത് ഫീൽഡാണെന്നോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ റീൽസോ കാര്യങ്ങളോ, ഇൻസ്റ്റഗ്രാമിൽ എന്തോ ഇൻഫ്ലുവൻസറോ അങ്ങനെ എന്തോ ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല പുള്ളിക്കാരൻ എന്തോ ആണെന്ന്. ഇതിൽ ഈ 5 പേരിൽ ഒരു 1-2 പേരെ മാത്രമേ എനിക്ക് ഈ ഫേസ് ഫെമിലിയർ ആയിട്ടുള്ളൂ. പേരൊക്കെ എവിടെ കേട്ടിട്ടുണ്ട്, ബട്ട് ഫേസ് ഫെമിലിയർ ആയിട്ടുള്ള 1-2 പേര് മാത്രമേ ഉള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ മസ്താനി എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. ഇടയ്ക്ക് അത്യാവശ്യം കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ വരണമുണ്ട്. മസ്താനി എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്കും അറിയാം. അടുത്തതെന്ന് പറഞ്ഞാൽ വേദാലക്ഷ്മി, അങ്ങനെ എന്താണ് പേര്, വേദാലക്ഷ്മി. യെസ്, വേദാലക്ഷ്മി. പുള്ളിക്കാരി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഏത് ഫീൽഡാണെന്നോ അങ്ങനെ ഒന്നും അറിയത്തില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പം എടുത്തൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഉള്ളതാണ്, അയ്യോ പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി, എന്താ മാർക്കറ്റിംഗ് മല്ലു. ഈ പുള്ളിക്കാരൻ്റെ റീൽസോ അങ്ങനെ ഒന്നും ഞാനും കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളല്ല. മീൻസ് എന്തെങ്കിലും കോൺട്രവേഴ്സീസ് വരും, അതിനെപ്പറ്റി നോക്കും, വീഡിയോ ചെയ്യും എന്നല്ലാതെ ഇങ്ങനെ ഓരോ അക്കൗണ്ട് ഫോളോ ചെയ്ത് അങ്ങനെയൊന്നും നോക്കുന്ന ഒരാളല്ല. സോ പുള്ളിക്കാരനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. റീൽസൊക്കെ മേ ബി കണ്ടിട്ടുണ്ടായിരിക്കാം, സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കാം.
പക്ഷേ അത്ര ഫേസ് ഫെമിലിയർ അല്ല. അപ്പോൾ ഓക്കെ, ഈ 5 പേരാണ് അതിനകത്ത് കയറിയിട്ടുള്ളത്. എന്തായാലും കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ വേദലക്ഷ്മി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോസ്റ്റുകൾ കാണുന്നുണ്ടായിരുന്നു. അറിയില്ല എന്താണെന്ന്. ഇപ്പോൾ എന്തായാലും കണ്ടറിയാം പുള്ളിക്കാരന് ഈ 5 പേര് എന്താണ് അവിടെ കാണിക്കാൻ പോകുന്നതെന്നും. ഈ അവിടെ ഉള്ള 15 പേരാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇവരെല്ലാവരും കൂടെ അവിടെ എന്താണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും കാണാം. ഈ പുറത്ത് നിന്ന് വന്നവർക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കാരണം കുറച്ച് സമയം നിന്നാൽ മതി, കൂടുതലായിട്ട് ഗെയിം പ്ലാൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കയറാനും പറ്റും. കാരണം അറിയാലോ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർ കണ്ടിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് ഈ ഒരു സീസൺ നല്ലപോലെ യൂസ് ചെയ്താൽ എന്തായാലും വിജയിക്കാൻ പറ്റും. കാരണം ഓരോ ഓരോ ഗെയിം കഴിയുന്നതോറും പ്ലോട്ട് ട്വിസ്റ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടും കളിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് പൊട്ടൻഷ്യലുള്ള ആൾക്കാരുണ്ട്, ഉറപ്പായിട്ടും ജയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, അവർക്ക് ഈ ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയും പോലെ, ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയും പോലെ പലർക്കും പുറത്തുള്ള സപ്പോർട്ട്, പുറത്തുള്ളതല്ല, ഇവർക്ക് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം സപ്പോർട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ അകത്തോട്ട് പോകുമ്പോൾ അവർക്ക് ആ സപ്പോർട്ട് കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ അത്ര നാൾ അവിടെ നിൽക്കത്ത് പോലും ഇല്ല. ഞാനീ പറയുന്നത് അനുമോളും രേണുവും അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി തന്നെയാണ്. വെറുതെ ഇങ്ങനെ ചുമ്മാ തിന്നും കുടിച്ച് നിൽക്കാനല്ലല്ലോ നമ്മൾ ബിഗ് ബോസിലോട്ട് പോകുന്നത്. ഈ നമ്മുടെ അനുമോള് പിന്നെയും കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. മീൻസ് ബാക്കിയുള്ളവർ കോർണർ ചെയ്യുമ്പോൾ അവർക്ക് എന്തായാലും അതൊരു കണ്ടന്റാണ്. രേണു ഞാൻ കാണാൻ പോലും ഇല്ലാത്തത്. അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.